സൂപ്പർ മണിയായിട്ട് തോന്നി. ഇനി ആൾക്കാർ പറയും അത് മോട്ടോയുടെ ബ്രാൻഡ് വേറെ, ഗൾഫ് വേറെ. ഗൾഫ് മോശമുള്ളൊരു ബ്രാൻഡൊന്നും അല്ല നിങ്ങൾ. അപ്പോൾ ആ എയർ പഠിച്ച് വളരെ മൈന്യൂട്ടായിട്ടുള്ള ലൂസ് ആണെങ്കിൽ പോലും എയർ നല്ല രീതിയിൽ എഞ്ചിൻ്റെ അകത്തോട്ട് കയറും. എഞ്ചിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ലീൻ കണ്ടീഷനാവും, ഓവർ ഹീറ്റാവും, എഞ്ചിൻ ഡാമേജ് ആവും, മൈലേജ് കുറയും, പവർ കുറയും, ഹെസിറ്റേഷൻ കൂടും, അങ്ങനെ ഒരുപാട് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വേൾഡ്. എന്തെല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമാണ്. അതായത് നമ്മൾ പുതിയൊരു വണ്ടി വാങ്ങിച്ച് നമ്മൾ വേറൊരു യൂട്യൂബറിന് കൊടുക്കാനായിട്ട് പോവുകയാണ്, സെയിൽ ചെയ്യാനായിട്ട്. നമ്മൾ സെയിൽ ചെയ്യുന്ന 2 യൂട്യൂബർമാർ തമ്മിൽ കൊളാബറേഷൻ ചെയ്തൊരു വണ്ടി സെയിൽ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഏതാണെന്നൊക്കെയുള്ള ഏത് യൂട്യൂബറാണെന്നുള്ളവരും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാകും. അതുമാത്രമല്ല, നമ്മുടെ FC-യുടെ ഒരു ഹിഡൻ വിഷയം, ഇത്ര നാളും പണിഞ്ഞതിൽ ചെറിയൊരു ഹിഡൻ വിഷയം നിങ്ങളുടെ വണ്ടിക്കും എൻജിൻ സംബന്ധിച്ചിട്ട് ഒരു നല്ലൊരു പണി കിട്ടാൻ ചാൻസുള്ള, പ്രത്യേകിച്ച് കാർബറേറ്റർ വണ്ടികളിൽ ചാൻസുള്ള ഒരു ഇഷ്യൂ, ഒരു മിസ്റ്റേക്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാം. സോ നമ്മൾ നേരെ പോകുന്നത് ആദ്യം FC ഒന്ന് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമുക്ക് വണ്ടി വാങ്ങിച്ച് ഏത് വണ്ടിയാണെന്നുള്ള കാര്യം ഞാൻ പറയാം. അത് നമുക്ക് മറ്റേ യൂട്യൂബറിനും കൂടെ ഹാൻഡ് ഓവർ ചെയ്ത് നമ്മുടെ എക്സ്പൾസിന് വേണ്ടിയിട്ട് 2 എഞ്ചിൻ ഓയിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ടുണ്ട്, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടിയതാണ്, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. ഫുള്ളി സിന്തറ്റിക് ഏസ്റ്റർ ടെക്നോളജി വരുന്ന ഒരു എഞ്ചിൻ ഓയിൽ, അത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാം. നേരെ വീഡിയോ കേട്ടോ. ഒരു 100-120 രൂപ അല്ലെങ്കിൽ ഒരു 200 രൂപ ലാഭിക്കാൻ വേണ്ടി ഞാൻ ഈ ക്ലിപ്പ് ഉൾപ്പെടെ, ക്ലിപ്പ് ഞാൻ വെളിയിൽ നിന്ന് മേടിച്ചാണ്. ഈ ഹെയർ ഹോസ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. കാണാനെല്ലാം പക്ക ഫിറ്റ്മെൻറ്റാണ്, പക്ഷേ ക്വാളിറ്റിയിൽ, അതായത് ഇതിൻ്റെ റബ്ബറിൻ്റെ ഹാർഡ്നെസ്സിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇത് ഭയങ്കര സോഫ്റ്റാണ്. ഇതിട്ടോട് മുറുക്കുമ്പോഴത്തേക്ക് ഇത് ചാടി വെളി ഇറങ്ങും. ലിപ്പിൻ്റെ താഴെ കണ്ടില്ലേ, ചാടി വെളി ഇറങ്ങിയിട്ട് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചല്ലല്ലോ, ചെറിയ ഹോള് വരും, വളരെ മൈന്യൂട്ടുള്ള. എഞ്ചിൻ്റെ എയർ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ ഈ എയർ കുറച്ചൊക്കെ അളവിലല്ലാതെ കയറിക്കഴിഞ്ഞാൽ ലീൻ കണ്ടീഷനാകും, പവറും കുറയും, വണ്ടി ഓവർ ഹീറ്റായി ഈ വാൾവ് സ്റ്റെമ്മൊക്കെ കംപ്ലൈൻ്റ് ആകും. അപ്പോൾ ഇത് നമ്മൾ OEM മേടിച്ചിരിക്കുകയാണ്. യെസ്, ഫൈനലി നമ്മുടെ മെയിൻ കൾപ്രിറ്റായിട്ടുള്ള നമ്മുടെ ആ ഒരു എയർ ഹോസിൻ്റെ കണക്ഷൻ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മളുടെ ആ ഒരു സെക്കൻഡറി, അതായത് തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു എയർ ഹോസ് നമ്മൾ മേടിച്ച് വെച്ചു. അത് വെച്ചപ്പോൾ അതിൻ്റെ കറക്റ്റ് ലിപ്പ് ആ ഒരു ഇതിൽ കറക്റ്റ് മൂവ്മെൻറ്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ എയർ ലീക്കാകുന്നുണ്ട്. ബേസിക്കലി നമ്മുടെ എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർ പമ്പാണ്. മാസീവായിട്ട് എയർ വലിച്ചെടുക്കുന്ന, വളരെ സെൻസിറ്റീവായിട്ട് എയർ വലിച്ചെടുക്കുന്ന ഒരു പമ്പാണ്. അപ്പോൾ ആ എയർ വലിച്ച് വളരെ മൈന്യൂട്ടായിട്ടുള്ള ലൂസ് ആണെങ്കിൽ പോലും എയർ നല്ല രീതിയിൽ എൻജിൻ്റെ അകത്തോട്ട് കയറും. എൻജിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ലീൻ കണ്ടീഷനാവും, ഓവർ ഹീറ്റാവും, എൻജിൻ ഡാമേജ് ആവും, മൈലേജ് കുറയും, പവർ കുറയും, ഹെസിറ്റേഷൻ കൂടും, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി സത്യത്തിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം OEM പാർട്സ് മാത്രം, ഇതുപോലുള്ള സാധനങ്ങൾക്ക് മാത്രം മേടിക്കുക. അതായത് ഇപ്പം എൻജിൻ്റെ കമ്പോണൻസ്, ഈ റബ്ബർ സാധനങ്ങൾ, കാർബറേറ്റർ, ഇതൊക്കെ OEM മാത്രം മേടിക്കാൻ ശ്രമിക്കുക. ഈ ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ്, അതുപോലെ തന്നെ ബ്രേക്ക് പാഡ്സ്, പിന്നെ ഹാൻഡിൽ ബാർ, അങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ, മറ്റുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊരു യുക്തി വെച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതാണ് തേർഡ് പാർട്ടി മേടിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് തേർഡ് പാർട്ടി നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലച്ച് കേബിൾ നമുക്ക് തേർഡ് പാർട്ടി മേടിക്കാം. അതും ഞാൻ സജസ്റ്റ് ചെയ്തില്ല, ഇൻഡിക്കേറ്ററൊക്കെ തേർഡ് പാർട്ടി മേടിക്കാം. അതൊക്കെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. സോ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു സംഭവത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വണ്ടി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഒരു R15 V3 ഓൾറെഡി വെച്ചുകൊണ്ട് എന്തിന് ഈ വണ്ടി എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സെയിലിനെടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, ഇത് ഒരു നല്ല ലോ കിലോമീറ്റർ ഓടിയ കിളിക്കുഞ്ഞെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വണ്ടിയാണ്. സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല, ABS-ഉം ബാക്കിയുള്ള എല്ലാ വർക്കിംഗ് ആണ്, എല്ലാ സംഭവങ്ങളും. അതുപോലെ തന്നെ ഒരു സിംഗിൾ കംപ്ലൈൻറ്റ് പോലും വണ്ടിക്കകത്തില്ല, പക്ക സ്റ്റോക്കാണ്. ടെയിൽ ടൈഡി ഇല്ല എന്നുള്ളൊരു കാരണം മാത്രമേ വണ്ടിയിൽ വരുന്നുള്ളൂ. അതുമാത്രമല്ല, വണ്ടി ഒരു നല്ല റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസിന് ഫസ്റ്റ് ഓണർഷിപ്പിൽ നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്കും എനിക്ക് നല്ല റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസിന് തരാൻ സാധിക്കും. അതായത് ലാസ്റ്റ് ഒരു 85 രൂപയ്ക്ക് ഫസ്റ്റ് ഓണർഷിപ്പ്, 28,000 കിലോമീറ്റർ മാത്രം ഓടിയ ജെനുവൻ കിലോമീറ്ററാണ്. നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോകണമെങ്കിലും ചെക്ക് ചെയ്യാം എന്നുള്ളൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോയി ഈസി റീഡിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാം. അതുപോലെ തന്നെ ABS രണ്ടും വർക്കിംഗ് ആണ്. FI ആണെന്നുണ്ടെങ്കിലും പക്ക വർക്കിംഗ് ആണ്. വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ
പക്ക കണ്ടീഷനാണ്. കുറച്ച് പൊടി അടിച്ചിരിപ്പുണ്ട് വണ്ടി, അങ്ങനെ ഓടിക്കാത്തത് കൊണ്ടാണ് നമ്മൾ നേരെ ഗ്യാരേജിൽ കയറ്റി വെച്ചേക്കുന്നത് കൊണ്ടാണ് ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാട്ടർ സർവീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു സർവീസ് ഫുൾ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങിയാണ് ഷോറൂമിലൊക്കെ കൊണ്ടുപോകാനായിട്ട്. ഫുൾ പക്കാണ് കേട്ടോ. ബ്രേക്ക് പാഡാണെങ്കിലും വണ്ടിയുടെ എഞ്ചിൻ സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. അത്രയ്ക്ക് കിടിലനാണ് വണ്ടി. അതായത് പറയാൻ വേറെ കാരണങ്ങളൊന്നും കൊണ്ടല്ല, കണ്ടില്ലേ വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ പക്ക നീറ്റ് കണ്ടീഷൻ തന്നെയാണ്. R15 സാധാരണ വരുന്ന കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഷോക്ക് അബ്സർ താന്ന് ഇരുത്തി കളയുക എന്നുള്ള സംഭവമൊന്നും തന്നെ ഇല്ല. ഇഷ്ടംപോലെ ട്രാവൽ ഇപ്പോഴും നിലവിൽ കിടപ്പുണ്ട്. ഇതെല്ലാം പക്ക പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ എടുക്കത്തുള്ളൂ. റേഡിയേറ്റർ ആണെങ്കിലും എല്ലാം തന്നെ പക്ക ഫിൻസും കാര്യങ്ങളൊക്കെ കണ്ടീഷനായിട്ട് തന്നെ ഇരിക്കുകയാണ്. ബ്രേക്ക് പാർട്സും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. വേറെ ബെൻഡോ അലോയ്ക്ക് ബെൻഡോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നും തന്നെ ഉള്ള വണ്ടിയല്ല. പിന്നെ ഫ്രണ്ടിലത്തെ ടയർ കുറച്ച് കുറവാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു 50% ടയർ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാർലി മച്ചാനാണ് നമ്മുടെ വണ്ടി വാങ്ങാൻ വേണ്ടി വന്നത്. പുള്ളിയും ഒരു സെയിൽ പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളതിൻ്റെ ഒരു ഉടമ്പടിയും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിയുമായിട്ട് ചേർന്ന് നമ്മൾ ഈ വണ്ടി വിറ്റതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തതാണ് വീഡിയോ. പക്ഷേ എൻ്റെ അത് മിസ്സായിപ്പോയി. ഇതേ പുള്ളി വണ്ടി എന്തായാലും കൊണ്ടുപോയിട്ടുണ്ട്. അതിപ്പോൾ സെയിലേക്ക് കാണും. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച എക്സ്പൾസിന് വേണ്ടി വാങ്ങിച്ച ഒരു ഗൾഫിൻ്റെ സിൻട്രാക്ക് എന്ന് പറഞ്ഞ ഒരു എഞ്ചിൻ. 2 മേടിച്ചിട്ടാണ്. 1.2 വേണ്ടതുള്ളത് കൊണ്ട് 2 ലിറ്റർ വാങ്ങിക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ വലിയൊരു എമൗണ്ട് ഇപ്പോഴും സ്റ്റിൽ 1 ലിറ്റർ മോട്ടീവുള്ള A-Star ടെക്നോളജി വരുന്ന 700 റേറ്റ് പോലും ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതെനിക്ക് കുറച്ച് വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നി. ഇനി ആൾക്കാർ പറയും അത് മോട്ടീവിൻ്റെ ബ്രാൻഡ് വേറെ ഗൾഫ് വേറെ. ഗൾഫ് മോശമുള്ളൊരു ബ്രാൻഡൊന്നും അല്ല, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഗൾഫ് ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാകുമായിരിക്കും ആമസോണിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ. അപ്പം സ്റ്റിക്കർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് 750 രൂപയ്ക്ക് 2 എണ്ണം കൂടെ കിട്ടി. അതും A-Star ടെക്നോളജി. A-Star എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹീറ്റ് ബെറ്ററായിട്ട് താങ്ങാൻ കെൽപ്പുള്ള ഒരു ടെക്നോളജിയാണ് A-Star. സൂപ്പർ ബൈക്കിലൊക്കെ ഒഴിക്കാൻ മാത്രം ഡെവലപ്പ് ചെയ്തെടുത്ത എഞ്ചിൻ ഓയിലാണ്. ഇതിൻ്റെ MRP വന്നിട്ട് എനിക്ക് തോന്നുന്നു 560 റേറ്റ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരെണ്ണം 395 രൂപയ്ക്ക് ഒരെണ്ണം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. സോ ബാക്കി വരുന്ന ഓയിൽ നമ്മുടെ ഡിസ്കവറിലും കൂടെ ഒഴിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഓയിലായിട്ട് തോന്നുന്നുണ്ട്. ഗൾഫ് ലോറിക്കും അല്ലാതെ മറ്റുള്ള കൊമേഴ്ഷ്യൽ വാഹനത്തിനൊക്കെ ഗ്രീസും ഓയിലും ഒക്കെ കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ്. സോ മോശം ആവാൻ വഴിയില്ല. സോ നമുക്കത് ഞാൻ എക്സ്പൾസിൽ യൂസ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ, ലോങ് ടൈം റിവ്യൂ ഇൻസ്റ്റഗ്രാമിൽ വരുന്നതായിരിക്കും. മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.